നമ്മുടെ ശരീരത്തിന് രോഗബാധയെ ചെറുക്കാനുള്ള സ്വാഭാവികമായ ശേഷിയുണ്ട്. ശരീരത്തിൽ നിന്നുള്ള സ്രവങ്ങൾക്ക് രോഗാണുക്കളായ ബാക്ടീരിയയെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് 1928 പെനിസിലിൻ എന്ന ആൻറ്റിബയോട്ടിക് മരുന്ന് കണ്ടുപിടിച്ച അലക്സാണ്ടർ ഫ്ലെമിംഗ് മനസ്സിലാക്കിയിരുന്നു. ജലദോഷം പിടിപെടുമ്പോൾ മൂക്കിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന മൂക്കിള, കണ്ണുനീർ എന്നിവയുടെ അണുനാശക ശക്തിയെക്കുറിച്ച് 1921 തന്നെ പരീക്ഷണവേളയിൽ അദ്ദേഹം നിരീക്ഷിച്ചിരുന്നു. മൂക്കിളക്ക് ബാക്ടീരിയ കൾച്ചറിലുള്ള അണുക്കളെ വിഘടിപ്പിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കണ്ടെത്തി. പിന്നീട് അദ്ദേഹം കണ്ണുനീരുപയോഗിച്ച് പരീക്ഷണം നടത്തി. അതിനായി തൻ്റെ സഹപ്രവർത്തകർ ലിറ്റർ കണക്കിന് കണ്ണുനീർ പൊഴിക്കേണ്ടി വന്നതായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കണ്ണീരിന് വളരെ വേഗം ബാക്ടീരിയയെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു. ശരീരസ്രവങ്ങളിലടങ്ങിയ അണുനാശക ഘടകത്തെ അദ്ദേഹം ലൈസോസൈം എന്ന് വിളിച്ചു. മറ്റ് ശരീരസ്രവങ്ങളെയും അദ്ദേഹം ഇതുപോലെ പരീക്ഷണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. കഫം, തരുണാസ്ഥി, രക്തം, ശുക്ലം, മൂത്രം, അണ്ഡാശയ സിസ്റ്റിലെ സ്രവം, ചലം, മുട്ടയിലെ വെള്ള എന്നിവ ഉപയോഗിച്ചും പരീക്ഷണം നടത്തിയപ്പോൾ ഇവയ്ക്കെല്ലാം തന്നെ അണുനാശക ശക്തിയുള്ളതായി അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ശരീരത്തിൻ്റെ സ്വാഭാവികമായ രോഗപ്രതിരോധ ശേഷിയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞതുപോലെ ആൻറ്റിബയോട്ടിക്കുകളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ശേഷി ബാക്ടീരിയകൾ കൈവരിക്കുന്നുണ്ടെന്നും അദ്ദേഹം അക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. നോബൽ സമ്മാനം സ്വീകരിച്ചുകൊണ്ട് ഫ്ലെമിംഗ് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: പെനിസിലിൻ ആർക്ക് വേണമെങ്കിലും കടകളിൽ നിന്ന് വാങ്ങാവുന്ന ഒരു കാലം വന്നേക്കാം. അജ്ഞരായ മനുഷ്യർ ഡോസ് കുറഞ്ഞ പെനിസിലിൻ സ്വയം വാങ്ങി ഉപയോഗിക്കുമ്പോൾ അണുനാശക ശേഷി കുറഞ്ഞ മരുന്നിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് ക്രമത്തിൽ ബാക്ടീരിയകളിൽ വളർന്നു വന്നേക്കാം. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഇന്ന് വൈദ്യശാസ്ത്ര മേഖലയ്ക്കെതിരെ വലിയ വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ്. 1942 കാലത്താണ് പെനിസിലിൻ റെസിസ്റ്റൻസ് എന്ന പ്രതിഭാസം ചർച്ചാ വിഷയമായത്. തുടക്കത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട പെനിസിലിനെ ഒക്കെ ഇന്ന് ബാക്ടീരിയ അതിജീവിച്ചു കഴിഞ്ഞു. നിലവിലുള്ള ആൻറ്റിബയോട്ടിക്കുകളും ഫലപ്രദമല്ലാതായി തീർന്ന സാഹചര്യത്തിൽ ശാസ്ത്രജ്ഞർ പുതിയ ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ശാസ്ത്രജ്ഞർ ഒന്നിനെയും വർജ്യമായി കാണുന്നില്ല. സാമൂഹ്യമായ ഭ്രഷ്ടുകളും വികാരങ്ങളും സദാചാരബോധവും ഒന്നും ശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് ബാധകമല്ല. കണ്ണുനീരിന് പണം കൊടുക്കാനും ഫ്ലെമിംഗ് തയ്യാറായിട്ടുണ്ട്. മൂത്രം ഉൾപ്പെടെയുള്ള ശാരീരിക സ്രവങ്ങൾക്കെല്ലാം പലതരത്തിൽ രോഗത്തെ പ്രതിരോധിക്കാൻ കഴിവുണ്ട്. എന്നാൽ ഈ സ്രവങ്ങളിൽ മനുഷ്യൻ പാനീയമായി 6 മാസത്തിലധികം കാലം ഉപയോഗിക്കുന്നത് മൂത്രം മാത്രമാണ്. ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ മൂത്രത്തിൽ മുങ്ങിക്കിടന്ന് മൂത്രം കുടിക്കാത്തവർക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ ജന്മനാ ഉണ്ടായിരിക്കും. മൂത്രം നന്നായി കുടിക്കാൻ ഗർഭപാത്രത്തിൽ വെച്ചിട്ട് കുടിക്കാൻ കഴിഞ്ഞവരാണ് ആരോഗ്യവാന്മാരും ആയുഷ്മാക്കളുമായും ജീവിക്കുന്നത്. നന്ദി.